നിങ്ങൾ ചാവുന്നതിന് മുമ്പ് കണ്ടിരിക്കേണ്ട 10 സിനിമകൾ. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും 10 സിനിമകൾ വെച്ചിട്ട്, അത് മസ്റ്റ് വാച്ച് സിനിമകളെ പറയുന്നുള്ളൂ. അല്ലാതെ മോശം സിനിമ ഇത് അങ്ങനെ ആയതാണ്, ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് മോശമായത്, ഇതൊന്നും നമ്മൾ പറയുന്നില്ല. നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഫിൽറ്റേർഡ് വേർഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് പുഷ് ചെയ്യും. അതെനിക്ക് ഭയങ്കര ഹെൽപ്പാവും. അപ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പരിഗണിക്കണം, ഒന്നും വിചാരിക്കരുത്. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, ഈ സിനിമയെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. അത്രയും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിനിമ 3 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് ഞാൻ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വദേശൊക്കെ അങ്ങനെ കാണാതെ മാറ്റിവെച്ച സിനിമയാണ്. നീ എന്ത് സിനിമ ലവറാണ് ചോദിക്കേണ്ട, താല്പര്യങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് കാലം കൈ കടന്നിട്ടുള്ള അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. അങ്ങനെ സമയം ഒരു 4 മണി 5 മണി ആയിട്ടുണ്ട്, പുലർച്ചെ ഉറക്കം കിട്ടുന്നില്ല. ഈ സിനിമ ഒരുപാട് ദൈർഘ്യമുണ്ടല്ലോ, എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോന്ന് വിചാരിച്ചിട്ടാണ് ഈ സിനിമ എടുത്ത് ഓണാക്കുന്നത്. എൻ്റെ മോനെ, എൻ്റെ തലയ്ക്കുണ്ടല്ലോ എന്തോ വെച്ച് അടിച്ച ഫീലായിരുന്നു. ഞാൻ തകർന്നുപോയി. രാവിലെ ആയതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല, തുള്ളി ഉറക്കം എനിക്ക് വന്നിട്ടില്ല. വല്ലാത്തൊരു പടമാണ്. മറ്റൊരു കാരണം, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളോട് എനിക്ക് ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. അതും കൂടിയായപ്പോൾ ഈ സിനിമ കാണാതെ എങ്ങനെ വെച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുമ്പത്തെ വർഷമോ, അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, എത്രയോ ചവറ്, എത്രയോ ആവറേജ്, എത്രയോ ബില ആവറേജ്, എത്രയോ അബോ ആവറേജ് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന നേരം കൊണ്ട് നല്ല ഒരു സിനിമ കണ്ടാൽ മതിയല്ലോ. സോ അതാണ് ഈ വീഡിയോൻ്റെ ലക്ഷ്യം. ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമകൾ 100-ൽ 95% ആളുകൾക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും ഹൈലി റേറ്റിംഗ് ഉള്ള സിനിമകൾ മാത്രമേ ഞാൻ ഈ ലിസ്റ്റിൽ മസ്റ്റ് വാച്ച് ആണെങ്കിൽ പോലും ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. രണ്ടാമത്തെ സിനിമ പറയാം, ഇതൊരു ആനിമേഷൻ സിനിമയാണ്. ആനിമേഷൻ എന്ന് പറയുന്ന സമയത്ത് മുഖം ചുളിക്കേണ്ട, ഇത് കുട്ടികൾക്കുള്ള ആനിമേഷൻ ഒന്നുമല്ല. ഇത് കളക്ട് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ തള്ളിപ്പോവും. അത്തരത്തിലുള്ളൊരു സാധനമാണ് സ്പൈഡർമാൻ. മനസ്സിലായി കാണുമല്ലോ, 2 പാർട്ടാണ് ഇതിൻ്റെ ഉള്ളത്. 2 പാർട്ടും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ആനിമേഷൻ സാധനം കാണിച്ചു തരാൻ പറ്റുമോ സക്കീർ വായിക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും എങ്ങനെയും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെവി വെയ്റ്റ് ഐറ്റമാണ് ഇത്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് കണ്ണു ചുമ്പി പറയാം. അതിൻ്റെ ആനിമേഷൻ്റെ കാര്യമാണെങ്കിലും സൗണ്ടിൻ്റെ കാര്യമാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും സ്പൈഡർമാൻ ദ ബെസ്റ്റാണ്. കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും സ്പൈഡർമാൻ്റെതാ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ 2 വേർഷൻസും നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. ഔട്ട്സ്റ്റാൻഡാണ്, ടോപ്പ് നോച്ചാണ്, വേറെ ലെവലാണ്. ഞാൻ സത്യം പറയുവാണെങ്കിൽ തിയേറ്ററിൽ നിന്നല്ല ഫസ്റ്റ് വേർഷൻ കാണുന്നത്, ഞാൻ ലാപ്പിൽ നിന്നോ അങ്ങനെ എന്തോ ഒന്നാണ് കാണുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ദുഃഖിച്ചിരുന്നു ഇത് തിയേറ്ററിൽ പോയി കാണാൻ കിട്ടും. അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ഇറങ്ങുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും കണ്ടു നോക്കുക, നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 3, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. അവഞ്ചേഴ്സ് നിർബന്ധമായിട്ടും ഒരു എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാർ, ആ ഒരു ലെവലിൽ നിങ്ങൾ അതുവരെ നിർബന്ധമായിട്ടും എന്താണെങ്കിലും കാണേണ്ട സിനിമകളാണ്. പക്ഷേ എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാർ എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എൻഡ് ഗെയിം ആണോ ഇൻഫിനിറ്റി വാർ ആണോ എന്നുള്ള കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇതേതോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയൺമാൻ മുതൽ തുടങ്ങുന്നത്, ഈ ഒരു മാർവൽ യൂണിവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 19 സിനിമകൾ കാണാനുണ്ട്. അതായത് എൻഡ് ഗെയിമിൻ്റെ ആണോ ഇൻഫിനിറ്റി വാർ ആണോ ഏറ്റവും അവസാനം ഇറങ്ങിയെന്നുള്ളത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം ഉണ്ടല്ലോ, അത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സാധനത്തിന് ഗംഭീര അഭിപ്രായം വന്നതുകൊണ്ടാണ് ഞാൻ എന്ത് വെച്ചത്, ഈ സാധനം മൊത്തം ഇരുന്ന് കാണുന്നത്. ഈ സാധനം മൊത്തം ഇരുന്ന് ഇത് കണ്ട് ഏറ്റവും അവസാനത്തെ ഈ ഒരു സംഭവം കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. എന്തിനാടാ നീ സിനിമ കാണുന്നതെന്ന് ഒരുത്തൻ നമ്മളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്ന് ഒരുത്തൻ നമ്മളോട് ചോദിക്കുമ്പോൾ, ചിലപ്പോൾ അവർക്കൊന്നും ഈ ഒരു ഫീലിംഗ് മനസ്സിലായത് വരില്ല. നമ്മുടെ ഒരു 2 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് വേറൊന്നും തരാൻ സാധിക്കാത്ത ലെവലിലുള്ള ഒരു അനുഭവവും രോമാഞ്ചവും. ജീവിതത്തിൽ നമുക്ക് എത്ര തവണ രോമാഞ്ചം വന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് എത്ര തവണ രോമാഞ്ചം വന്നിട്ടുണ്ട്, അത് എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞോ അത് സിനിമയായിരിക്കും. സിനിമ കാണുന്നതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് രോമാഞ്ചം വന്നിട്ടുണ്ടാവുക. ജീവിതത്തിൽ മോസ്റ്റ് കേസസിൽ, അല്ലാത്തത് വളരെ അപൂർവമായിരിക്കും ആ ഒരു രോമാഞ്ചം എന്ന് പറയുന്ന ഒരു സാധനം. അല്ലെങ്കിൽ നമ്മൾ മാത്രമാവുന്ന, നമ്മൾ 10 ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട് ഇരുന്ന് സിനിമ കണ്ടോട്ടെ, ഈ ഒരു 10 ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി ഇരുന്ന് സിനിമ കാണുവാണെങ്കിലും നമ്മളും മറ്റൊരു സംഭവമായിട്ട് മാത്രം ഒതുങ്ങുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ അത് സിനിമ കാണുന്ന സമയത്താണ് അല്ലേ. സിനിമയ്ക്കും ഗെയിമിങ്ങിനും അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ഒരു എൻഡ് ഗെയിമിൻ്റെ കേസൊക്കെ പറയുവാണെങ്കിൽ അതായിരുന്നു, ഇതാടാ പടം, ഇതിനാടാ നമ്മൾ കാണുന്നത്, ഈ ഒരു ഡയലോഗ് അടിക്കാൻ കെൽപ്പുള്ളൊരു സാധനമായിരുന്നു അത്. അപ്പോൾ എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാർ ആ ഒരു സെക്ഷൻ വരെ നിങ്ങൾ അവഞ്ചേഴ്സ് കാണുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. സോ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബിലും ഇൻ്റർനെറ്റിലും ചാറ്റ് GPT അടിച്ചു കഴിഞ്ഞാൽ നിരത്തി വരും. അപ്പോൾ അത് വെച്ച് കണ്ടോളൂ. ഒരു ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം വരെ ഈ സാധനം പക്കയാണ്. അതിനുശേഷമാണ് മാർവൽ അങ്ങോട്ട് താന്നു പോയത്. 4-മത്തേത് പൾപ്പ് ഫിക്ഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പൾപ്പ് ഫിക്ഷനെ കുറിച്ചിട്ട്. ഈ സിനിമ അബദ്ധത്തിൽ കണ്ടുപോകുന്നതാണ്. നായകനെ അറിയില്ല, ഡയറക്ടറിനെ അറിയില്ല, ഒരു ചുക്കും അറിയില്ല. ഇത് ഞാൻ ഇന്നലത്തെയോ കഴിഞ്ഞ കൊല്ലത്തെയോ കഥയല്ല പറയുന്നത്. ഒരു 8 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 9 കൊല്ലം മുമ്പുള്ള കഥയാണ് പറയുന്നത്. ആ സമയത്താണ് ഞാൻ സിനിമ കാണാൻ തുടങ്ങുന്നത്. സിനിമ കാണാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. അന്താരാഷ്ട്ര സിനിമകൾ കാണാൻ തുടങ്ങുന്നത്. അതുമുതൽ ഇതുവരെ ഒരുപാട് സിനിമകൾ കണ്ടു. പക്ഷേ അതിൽ വളരെ വിരളമായിട്ടുള്ള ഡയറക്ടേഴ്സിനോട് മാത്രമേ ആരാധന തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു ഡയറക്ടറാണ് പൾപ്പ് ഫിക്ഷൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ. ക്യൂട്ടിയുടെ സിനിമകൾ അദ്ദേഹം ഒരു സിനിമയും കൂടിയൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ്. വളരെ വിയേർഡായിട്ടുള്ള, വളരെ വേറിട്ടിട്ടുള്ള, ഒരുപാട് വയലൻസ് ഒക്കെയുള്ള സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പാത്ത് ആണ് കേട്ടോ. അത്തരം പാറ്റേണുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാം. ബ്ലഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യും, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സിനിമയുണ്ടല്ലോ, കീറി മുറിച്ച് മരിച്ച് പോസ്റ്റ്മോർട്ടം, ഇതല്ല. അയാൾ കാണിക്കുന്ന വയലൻസ് ഒക്കെ അത്യാവശ്യം ഭീകരമായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സിനിമ ക്ലാസിക്സ് എന്നറിയപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ സോ നിങ്ങൾ കണ്ടുപോകുക. വർക്കായി കഴിഞ്ഞാൽ നിങ്ങളും എന്നെ പോലെ ഒരു ആരാധകനായിരിക്കും. ചില ആളുകൾക്ക് വർക്കാവില്ല, പക്ഷെ എന്താണെങ്കിലും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. 5-മത്തെ സിനിമ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് നമ്മളിപ്പോൾ പൾപ്പ് ഫിക്ഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംവിധായകനായ അയാൾ വേറെ എന്തോ ഒന്നാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്താണ് വെറൈറ്റി ഫിലിം മേക്കിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ഫിലിമിന് വേണ്ടി കഥ എഴുതുന്നത്? സംശയമുണ്ടോ? ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഒരു ഭാഗമാവാം. ഇതാണ് വാട്സപ്പ് നമ്പർ. 5 ഗെറ്റ് ഔട്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. എനിക്ക് ഹൊറർ കുറച്ച് പേടിയുള്ള ഏരിയയാണ്. ഇത്ര തണ്ടും തടിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പേടിയാണ്. പ്രേതത്തിൻ്റെ സിനിമയൊക്കെ കാണാൻ ഞാനൊന്നും അടിക്കും, അത്ര പെട്ടെന്ന് പോയിരിക്കില്ല. 2-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേടി കൊണ്ട് പറയുന്നതാണോ, ഇതിലൊരു ലോജിക്ക് ഉള്ളതുപോലെ തോന്നാറില്ല. പക്ഷേ ഫാൻറ്റസി സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്, അപ്പോൾ അതിനൊന്നും ലോജിക്കിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഈ ഹൊററിലേക്ക് വരുമ്പോൾ മാത്രം എനിക്ക് ഈ ലോജിക്കൊക്കെ കയറി വരാറുണ്ട്. അപ്പോൾ മേ ബി അതൊരു പേടിയായിരിക്കാം. ചെറുപ്പം മുതലേ ഹൊറർ സിനിമകളും ഇരുടും കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹൊറർ ഫിലിംസ് കാണുന്നത് വളരെ സെലക്റ്റീവാണ്. ഭീകരമായിട്ട് പേടിക്കാനുള്ളതൊന്നും ഞാൻ കണ്ട് റിസ്ക് എടുക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന 5-മത്തെ സിനിമയായിട്ടുള്ള ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഞാൻ കാണുന്നത്. ഗെറ്റ് ഔട്ടിനെ കുറിച്ചിട്ട് ഇറങ്ങിയ സമയം മുതൽ ഗെറ്റ് ഔട്ടിനെ കുറിച്ചിട്ട് ഒരുപാട് ഇതുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ കാണാൻ പേടിയാണ്, പക്ഷേ കാണും വേണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയായിരുന്നു ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യാം, അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ ഒരു പടം കണ്ടു. ഇതൊരു ഹൊറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഹൊറർ അല്ല. ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ കാറ്റഗറി പെടുന്ന ഒരു സിനിമയാണ്. ഇത് പേടിക്കാൻ വേണ്ടി ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിരാശയായിരിക്കും. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു കിടിലൻ ത്രില്ലർ സിനിമയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഐ റിപ്പീറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഇതൊരു സാധാരണ സിനിമയല്ല, സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. കാമുകി വെളുത്തിട്ടാണ്, കാമുകൻ കറുത്തിട്ടാണ്, ഇവരെ ഫാമിലിയെ കാണാൻ വേണ്ടി പോകുന്നു. ശേഷം അവിടെ നടക്കുന്ന വിയർഡായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. ഈ ഒരു സിനിമ പ്രേതം അല്ലെങ്കിൽ ഹൊറർ എന്നതിനപ്പുറം ഒരു വലിയൊരു സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ വലിയൊരു വിഷയം, ഇതെല്ലാം ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു സിമ്പിളായിട്ട് കണ്ടു തീർക്കാം, അതിനോടൊപ്പം തന്നെ അതിൻ്റെ മേലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടുപോകുക. ഇതൊരു ഗംഭീര സാധനമാണ്. IMDbയിൽ പൾപ്പ് ഫിക്ഷൻ പോലെ വെറുതെ ആക്സിഡൻ്റലി കയറി കണ്ടിട്ടുള്ള ഒരു സിനിമയല്ല ഇത്. കാസ്റ്റവേ എന്നുള്ളൊരു സിനിമ കണ്ട
കണ്ടിട്ട് ഒരു നായകൻ്റെ എല്ലാ സിനിമയും എടുത്ത് കണ്ട കൂട്ടത്തിൽ പെട്ടുപോയൊരു സിനിമയാണിത്. അതെ, ടോം ഹാങ്ക്സ് നായകനായിട്ടുള്ള ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില ആളുകൾക്ക് മനസ്സിലാവില്ല. നമ്മളുടെ സീതാറാം എന്നൊക്കെ പറഞ്ഞിട്ട് അമീർ ഖാൻ ഒരു താടിയൊക്കെ വെച്ചിട്ട് ഒരു 8 നല്ലൊരു പടം പൊട്ടിച്ച് കഴിഞ്ഞ വർഷം കൊണ്ടുപോയിരുന്നു. ആ പടം ഇതിൻ്റെ റീമേക്ക് ആയിരുന്നു. ഫോറസ്റ്റ് ഗംപ് നിങ്ങൾ വളരെ ഡിമോട്ടിവേറ്റഡ് ആയിട്ട് എനിക്കൊരു കഴിവുമില്ല, എൻ്റെ കയ്യിൽ പൈസയുമില്ല, എനിക്കൊരു കോപ്പുമില്ല, ഞാൻ വളരെ തകർന്നിരിക്കുകയാണ്, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ചത്താലും ആർക്കൊരു ഉപകാരമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സഡൻ ട്രീറ്റ്മെൻ്റ് ആണ് ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന ഈ ഒരു മാരക പടം. നമ്മൾ കഴിഞ്ഞ ദിവസം ഷോൻഷങ് റിഡപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയ്ക്ക് ഓസ്കാർ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഈ കുരിപ്പ് പടമാണ്. ഈ പടത്തിനായിരുന്നു അന്ന് ഭൂരിഭാഗം ഓസ്കാറും പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വർഷത്തിനെ കുറിച്ചിട്ട് ആലോചിച്ച് നോക്കിയേ, എത്ര ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഒരു വർഷമാണത് 1993. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് പടം കാണണം, കണ്ണും ചുമ്പി എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു സിനിമ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലർക്കും വരുന്നുണ്ടാവും, ഇതെല്ലാം കണ്ട പടമല്ലേ, ഇതിൽ കണ്ട പടമായിരിക്കും നിങ്ങൾ ഭൂരിഭാഗം വരുന്നത്. നിങ്ങളൊരു ഡീപ്പായിട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട പടമായിരിക്കും. നേരെ മറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആ ഒരു 1% ഉണ്ടല്ലോ, നല്ല സിനിമകൾ കണ്ടെത്തി കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു 1%, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിലവിൽ ആ ഒരു വീഡിയോ ഇടുന്നത്. ബ്രോ, പുതിയ സിനിമയുടെ കോണ്ടന്റുകൾ ഒരുപാട് അവൈലബിൾ ആണ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ കണ്ടന്റ്സ് ഒക്കെ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുതിയ കണ്ടന്റുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ചുളിവിലൊരു പ്രൊമോഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് നോക്കുക. പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സൈക്കോളജി ഇത്രയേ ഉള്ളൂ. സിനിമ പഴയതോ പുതിയതോ എന്തോ ആയിക്കോട്ടെ, കാണുന്ന ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അത് വാല്യൂ ഉണ്ടാവണം. അത് നമ്മൾ ഏത് സിനിമ കണ്ടാലും എന്താണ്, റീവാച്ച് കണ്ടാലും എന്താണ്, ഒരു പ്രശ്നവുമില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. വെറുതെ ഒരു മോശം സാധനത്തിന് പോയി തല വെക്കുന്നതിനേക്കാളും നല്ലത് നല്ല സിനിമ ഒന്ന് കാണുന്നതാണ്. അത് ഏത് വർഷമാണെങ്കിലും. ഉള്ളത് പറയാമല്ലോ, എനിക്ക് പുതിയ സിനിമകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ റീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പണ്ട് മുതൽ ഇന്ന് വരെ ഫോളോ ചെയ്തത് പുതിയ ഓഡിയൻസ് ഉണ്ട്, അവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മികച്ച സിനിമകളാണ്. അങ്ങനെ ഞാൻ മുഖേന ഒരുപാട് പേര് ഒരുപാട് പുതിയ സിനിമകൾ കണ്ടു. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ചെറിയ ഗ്രോത്ത് ആണെങ്കിലും ഇതിൻ്റെ ഒക്കെ ഒരു ഗ്രീൻ സിഗ്നൽ എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ എന്നുള്ളത് ഞാൻ കാണുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ ഫേസ്ബുക്കിലും ഉണ്ട്, എല്ലാത്തിലും RGP Diaries എന്ന് തന്നെയാണ് പേര്, സെർച്ച് ചെയ്താൽ തന്നെ വരും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അടുത്ത സിനിമയിലേക്ക് കിടക്കാം. 7ാമത്തെ സിനിമ ലാ ലാ ലാൻഡ് ഒരു റൊമാൻറ്റിക് കാറ്റഗറിയാണ്. ഇപ്പോൾ ഒരു മസിൽ പിടുത്തമൊക്കെ കഴിഞ്ഞില്ല ഇത്ര നേരം പറഞ്ഞ്. അപ്പോൾ നമ്മളെ ലിസ്റ്റിലേക്ക് വരുന്ന ആദ്യത്തെ റൊമാൻറ്റിക് മൂവിയാണ് ലാ ലാ ലാൻഡ്. അപ്പോൾ ഇതുവരെ നിങ്ങളൊരു ലൈക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ഇടണം. അറിയാമല്ലോ, നമ്മൾ ഇതുവരെ ആക്കാൻ ഇതിന് ഒരുപാട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്നുകൂടി ഒരു പുഷ് കിട്ടും. പുഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വീഡിയോ ഇടും. ഇത് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ലാ ലാ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു 2 പേരുടെ വ്യൂ ഓഫ് പോയിന്റിലുള്ള ഒരു പ്രണയ സിനിമയാണ്. 2 പേരുടെ വ്യൂ ഓഫ് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും, എല്ലാ സിനിമയും അങ്ങനെയല്ല. എല്ലാ സിനിമയും അങ്ങനെയല്ല. അധിക സിനിമയുടെയും POV എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിൽ മാത്രം ഒതുങ്ങാറുണ്ട്. അതായത് ഒരു 80-85 സിനിമകൾ. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടു തന്നെ വിലയിരുത്തണം. അതിമനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്, നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കിടന്ന് വിങ്ങും, അങ്ങനെയുള്ളൊരു സിനിമയാണ്. നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലോ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെയോ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ്. ഈ സംവിധായകൻ ചെയ്തിട്ടുള്ള മറ്റൊരു പടമുണ്ട്, ഇതിന് തൊട്ട് മുമ്പേ ചെയ്തിട്ടുള്ള പടം. ആ ഒരു സിനിമ അതിനേക്കാൾ അടിപൊളിയാണ്. പക്ഷെ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ത്രാസ് ഇങ്ങനെ നിൽക്കും. സെയിം ആയിട്ട് രണ്ടും അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു റൊമാൻറ്റിക് കാറ്റഗറിയിലുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചിത്രമായിരിക്കും ഇത്. ഇൻറ്റർസ്റ്റെല്ലാർ പോലെയുള്ള ഒരു സിനിമ പറയാമോ, 8ാമത്തെ സിനിമ ചിലപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പെടുത്താൻ പറ്റും. അതിന് യോജിപ്പുള്ളവരുമുണ്ട്, വിയോജിപ്പുള്ളവരുമുണ്ട്. അറൈവൽ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇൻറ്റർസ്റ്റെല്ലാർ രീതിയിൽ ഈ സിനിമയെക്കുറിച്ച് വർണ്ണിക്കുന്നതെന്നുള്ളത് അറിയില്ല. പക്ഷേ സിനിമ മാരകമാണ്. എനിക്കൊരിക്കലും ഇൻറ്റർസ്റ്റെല്ലാറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും സിനിമ വേറെ ലെവലാണ്. നമ്മൾ ആ ഒരു ഫീലിൽ ഇരുന്ന് കാണും. ഏലിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഭൂമിയിൽ പല ഭാഗത്ത് എത്തിപ്പെടുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഏലിയൻ എന്ന് കേൾക്കുന്ന സമയത്ത് വരുന്നു, ഉപദ്രവിക്കുന്നു, ഈ ഒരു ടെംപ്ലേറ്റിൽ നിന്ന് മാറി ചിന്തിച്ചൊരു സിനിമയാണ്.
വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ സംവിധാനം ചെയ്ത സിനിമയാണ്. നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കണ്ടിട്ടില്ലെങ്കിൽ തീരാ നഷ്ടമാണ് ഈ ചിത്രം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഈ ഒരു സംഭവം. ഇതിൽ പങ്കുവയ്ക്കുന്ന എല്ലാ സിനിമകളും നിർബന്ധമായിട്ടും കാണേണ്ട സിനിമ കാണാമെങ്കിലും ഇങ്ങനെയൊക്കെ ഞാനൊരു സിനിമേനെ ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്നുള്ളതും കൂടിയാണ്. ഇതിലെ ഒരു സിനിമ പോലും നിങ്ങളുടെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വെറുതെ ആക്കില്ല. ഭൂരിഭാഗം സിനിമകളും ഒരു 95% ആളുകൾക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം IMDbയിൽ അത്രയും റൈറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ ലെറ്റർ ബോക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ ഈ കളക്ഷൻസ് എടുത്തത്. സോറി, പക്ഷെ അതിൽ ഒരുപാട് സിനിമകൾ ഞാൻ കാണാത്തതുണ്ട്. നിങ്ങളെപ്പോലെ ഞാൻ കണ്ട എല്ലാ സിനിമയും നിങ്ങൾ കാണില്ല, നിങ്ങൾ കണ്ട എല്ലാ സിനിമയും ഞാൻ കാണില്ല. ദാറ്റ് ഇസ് നോർമൽ. പക്ഷെ അതിൽ നിന്ന് ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ സോർട്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അറൈവൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് 9ാമത്തെ സിനിമയിലേക്ക് പോകുന്നു. 9ാമത്തെ സിനിമ ഇൻസെപ്ഷൻ. ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് പേര് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചർച്ചയാണ്. അതെ, ഹോളിവുഡിൽ മനസ്സിലാവാത്തൊരു പടം വന്നിട്ടുണ്ട്. ഞാൻ ഈ പടം 4 വട്ടം കണ്ടു, ഞാൻ ഈ പടം 5 വട്ടം കണ്ടു, ഞാൻ ഈ പടം 3 വട്ടം കണ്ടു. 3ാമത്തെ വട്ടം കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ മനസ്സിലായി, 4ാമത്തെ വട്ടം കണ്ടപ്പോൾ വേറെ എന്തൊക്കെയോ മനസ്സിലായി. കുറച്ച് പേര് യൂട്യൂബിലേക്ക് ഓടുന്നു എന്ന് പറയുന്നു. അങ്ങനെ ചകപ്പൊക. ഇപ്പോഴത്തെ പോലെ ഇൻസ്റ്റഗ്രാം ഒന്നല്ല, ഒരു 5-6 വർഷം മുമ്പ് വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചാറ്റ്സും കാര്യങ്ങളും ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹെൽത്തി അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർക്കൊക്കെ ലേശം പ്രായമാവുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ DNA ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആളുകൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിനെ കാണുന്നത്. എനിക്ക് ഫേസ്ബുക്കിലും അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് ഉണ്ട്. പക്ഷെ ഞാനിപ്പോഴും ചെറുപ്പക്കാരനായതുകൊണ്ടൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമാണ് കൂടുതലായിട്ട് ഇതാവുന്നത്. ഫേസ്ബുക്കിൽ അത്യാവശ്യം റീച്ചുള്ള ഒരു പേജ് തന്നെയാണ് എൻ്റെത്. പക്ഷേ അതും ഇതും 2 യൂണിവേഴ്സായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള ആ ഒരു ടൈമിനാണ് ഈ ഒരു ഇൻസെപ്ഷൻ പോലെയുള്ള സിനിമ ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാവാത്തൊരു പടം എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രൊമോട്ട് ചെയ്തത്. എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. ഇപ്പോഴുള്ള 2K കിഡ്സിന് ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ട് വലിയൊരു ധാരണ ഉണ്ടാവണമെന്നില്ല. കാരണം 2010 ഇറങ്ങിയിട്ടുള്ള പടമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടി ആധികാരമായിട്ട് സംസാരിക്കാൻ നമ്മളെപ്പോലെയുള്ള 2K കിഡ്സിന് തൊട്ട് മുമ്പുള്ള ജനറേഷന് ചിലപ്പോൾ പറ്റിയെന്ന് വരും. അപ്പോൾ ഇത് ഫണ്ണാണ്, ഫണ്ണിന് ഫണ്ണായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ താഴെ വന്ന് വെറുതെ തെറി വിളിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു സിനിമ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇൻസെപ്ഷൻ ഉണ്ടായിരുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ കാലത്ത് എനിക്കൊരു സിനിമ മനസ്സിലായില്ല എന്ന ആൾ വളരെ പൊങ്ങച്ചത്തോടെ വന്ന് പറയൂ, ഇല്ലല്ലോ. എന്നാൽ ഇൻസെപ്ഷന് അങ്ങനെ വന്ന് പറയുമായിരുന്നു. കൂടുതൽ വട്ടം കണ്ടു കഴിഞ്ഞാൽ എന്തോ സംഭവമാണെന്ന് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വന്ന് പറയും. എന്നാൽ അങ്ങനെ ഇൻസെപ്ഷന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമ ഏതാണെന്ന് വെച്ചാൽ അത് ഇൻസെപ്ഷനാണ്. ഇൻസെപ്ഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇത് മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ള കാര്യം പറയുവാണെങ്കിൽ അത് പൊങ്ങച്ചൊന്നുമല്ല. ഇൻസെപ്ഷൻ എനിക്കൊരു വട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലായത് തന്നെയാണോ യാഥാർത്ഥ്യം എന്ന് നോക്കാൻ വേണ്ടി ഇതിൽ നോക്കിയ സമയത്ത് സംഭവം അത് തന്നെയാണ്. അന്നത്തെ കാര്യത്ത് കോംപ്ലക്സ് ആണ്, പക്ഷെ ഇന്നത്തെ കാലത്ത് അത് കോംപ്ലക്സ് അല്ല, ഈസിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാൾ അപ്ഡേറ്റഡ് ആയിട്ടും ഇതിനേക്കാൾ കോംപ്ലക്സ് ഉള്ളതുമായിട്ടുള്ള സിനിമകൾ ആളുകൾ കണ്ടു തുടങ്ങി. സോ ഇൻസെപ്ഷനൊക്കെ ചെറുത്, പക്ഷേ അതൊരു ഡ്രാഫ്റ്റാണ്, വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് വാച്ചായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മാരക പാഠമാണ് ഇൻസെപ്ഷൻ. 10ാമത്തെ സിനിമ, അവസാന സിനിമ, അത് കുറച്ച് വർഷം പിറകോട്ട് പോവാം. ദ ട്രൂമാൻ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഇതിനെക്കുറിച്ചിട്ട് ഇത് ഫീൽ ഗുഡ് ആണോ, ത്രില്ലറാണോ, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫാണ് ഈ സിനിമ. ഒരാളുടെ ലൈഫ്. അയാൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നു, ഒരുപാട് പേരെ കാണുന്നു, അയാൾ അങ്ങനെ ഇതിന് ഇൻസ്പയർ ആയിട്ട് മലയാളത്തിൽ വരെ സിനിമ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ അന്തകാലത്ത് ഇങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ട് അവർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ കയ്യടി കൊടുക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ഗംഭീര പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ എന്നൊക്കെ പറയാം. ക്ലൈമാക്സ് ഒക്കെ അത്രയും നമ്മളെ തകർത്തു പോയി ഒരു സിനിമ. അപ്പം അങ്ങനത്തെ ഒരു ചിത്രമാണ് ട്രൂമാൻ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്താണെങ്കിലും നമ്മളോട് പറയാം. അപ്പോൾ നമ്മളുടെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ആ വീഡിയോ. പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ കേസ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ.